പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇങ്ങനെ പുല്ല് നനി ഒക്കെയാണ് കേട്ടോ. പുല്ല് ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് നനക്കാൻ മറന്നു പോയിട്ട് ഇങ്ങനെ ഉണക്കം ബാധിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ ആ കളറാണ് പോയി. നമ്മൾ പുല്ല് എന്നും ഒരു ദിവസമെങ്കിലും നമ്മൾ നനക്കണം. എന്തിങ്ങനെ അത് ട്രിപ്പ് ഇതുണ്ട്, അത് ഇട്ടാൽ എല്ലായിടത്തേക്കും ആകണില്ല. അപ്പോൾ നമ്മൾ ആകാത്ത സ്ഥലത്തൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും വേണം. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പുതിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആമ്പലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആമ്പലുമേ പിന്നെ പൂവുണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ആമ്പലുമേ വേറെ മുട്ടുകളൊക്കെ താഴെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒരു നിലവിലൊരു 3 മുട്ട ഇപ്പോൾ പിന്നെ 1 2 3 മുട്ടും ഒരു പൂവുണ്ട് കേട്ടോ. ഇത് എന്നും ഒരു മുട്ട ഇതാണ് കേട്ടോ. പിന്നെ ഒരു മുട്ട ഇതാണ് ഇവിടെ, പിന്നെ ഒരു മുട്ട ഇതിൻ്റെ താഴെ ഇവിടെ ഉണ്ട്. അപ്പോൾ 3 മുട്ടും പിന്നെ ഒരു പൂവുണ്ട്. ഇതൊരു നീലത്താമരയാണ് കേട്ടോ. അതിപ്പോൾ ഇന്നലെ വിരിഞ്ഞതാണ്. ഇന്നലെ വിരിഞ്ഞിട്ട് പിന്നെ അത് ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് അതങ്ങോട്ട് ചുങ്ങിട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും അത് പിന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷങ്ങളെ അറിയിക്കുകയാണ്. ഇത് പെട്ടെന്ന് നമ്മളിപ്പോൾ ഇത് തൈ കൊടുന്ന് ഇതാക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ. ഒരു മാസമൊന്നും ആയിട്ടില്ല. അപ്പോൾ തന്നെ അത് അതിൻ്റെ ചെറിയൊരു നൂലിൻ്റെ മാതിരി നമ്മളൊരു പിന്നെ ചെറിയൊരു ഇല ഉണ്ടായിരുന്നു. ചെറിയ ഇല എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 രൂപൻ്റെ വലുപ്പത്തിലുള്ള അങ്ങനത്തെ ഒരു ഇലയായിരുന്നു. അങ്ങനത്തെ ഇലകളും വള്ളികളും. അതിങ്ങനെ നമുക്ക് സൂക്ഷിച്ച് അങ്ങനെ പിന്നെ നട്ടെങ്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയ്ക്ക് ചെറുതായി. അത് പെട്ടെന്ന് വെള്ളത്തിൽ കണ്ട് വെച്ചപ്പോൾ അത് പിന്നെ കണ്ട് വലുതായിട്ടോ. പെട്ടെന്ന് വലുതായി പൂവൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ താമര ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടാവാൻ പിന്നെ 6-7 മാസമൊക്കെ എടുക്കും. എന്നിട്ടിപ്പോൾ ഒരു പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതൊന്ന് ഉണ്ടായി അപ്പം തന്നെ അങ്ങോട്ട് ചുങ്ങും. പിറ്റേന്നൊന്ന് വിരിയും. പിന്നെ അങ്ങനെ 2 ദിവസം നിൽക്കില്ല കേട്ടോ ഒരു താമര. ഇതങ്ങനെയല്ല, ഇത് ഒരുപാട് ദിവസം നിൽക്കും. ഇത് ഒരു പൂവിൻ്റെ ആൾക്കാർ 5-6 ദിവസം നിൽക്കുന്നതാണ്. ആമ്പൽ അങ്ങനെയാണ് പിന്നെ ഉണ്ടാകുക. താമര അതിന് ഒരു ദിവസമാണ് അതിൻ്റെ ആയുസ്. പിന്നെ അതങ്ങനാണ്ട് അതിൻ്റെ ഓരോ ഇലകളും ഇങ്ങനാണ്ട് കൊഴിഞ്ഞാടി പോകും. ഇവിടെയൊക്കെ നമ്മൾ ഈ ചെടിയൊക്കെ വെട്ടി ഇങ്ങനെ ഉണ്ടാക്കിയാണ്. എന്നും നനയ്ക്കുന്നതുകൊണ്ട് കുറഞ്ഞ നന മതി കേട്ടോ. ഇതൊക്കെ വെട്ടിയിട്ട് ഈ മേലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പൂവുണ്ടല്ലോ, ഇതൊരു പിന്നെ തെച്ചിൻ്റെ മാതിരിയുള്ളൊരു പൂവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വെട്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ തേപ്പ് വരുന്നുണ്ട്. ഇവിടെ ഇതിന്മേലും പൂവും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തേപ്പ് വരുന്നുണ്ട്. നമ്മളൊക്കെ ഫുള്ള് പ്രൂൺ ചെയ്താണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വെട്ടി കൊടുത്തെങ്കിലേ ഈ പൂവുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അത് നമ്മൾ ഇൻഡോറാക്കി വെച്ചിരുന്നത് പുറത്തേക്ക് വെച്ചാണ് കേട്ടോ. അതുപോലെ ഇവിടെ പിന്നെ ഈ ജർബറുണ്ട്, പല ചെടികളുണ്ട്. ജർബറ ഒരുപാട് കാലമായിട്ട് പൂവിടുന്നില്ല കേട്ടോ. ജർബറ നമുക്കൊരു കണക്കിനൊരു നഷ്ടമാണ്. എത്ര നമ്മളിങ്ങനെ നോക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. പൂവിടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളവിടെ ഇപ്പോൾ 2 വർഷമായി ഇതങ്ങനെ നിൽക്കും. ഇല ഇങ്ങനെ ഉണ്ടാവും, പൂവുണ്ടാവണില്ല. അപ്പോൾ നിങ്ങൾക്ക് പൂവിടുന്നതിന് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഒരു കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് ഒരു ചെറിയൊരു വീഡിയോ ആണ്, വലിയ വീഡിയോ എടുക്കാൻ സമയമല്ല. അപ്പോൾ നമ്മൾ പിന്നെ
ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ചെടീനെ പറ്റിയും പച്ചക്കറി ഇതിനെ പറ്റിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലൊന്ന് ഇതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാനലൊന്ന് കയറി ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കും അതൊരു നിർദ്ദേശം തരികയാണെങ്കിൽ എനിക്കും അതൊരു ഉപകാരമായിക്കാണും. ഈ ചെടിയെ പറ്റി ഉള്ള എന്തെങ്കിലും പുതിയ അറിവ് നിങ്ങളെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരറിഞ്ഞവരൊന്ന് കമൻറ്റ് ചെയ്തു. തീർത്തും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റായിട്ട് നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ വെക്കാം. ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ വളർത്തും. CC പ്ലാന്റ് ഇത് കണ്ടില്ലേ, ബ്ലാക്കാണ് കേട്ടോ. ഇതിൻ്റെ പച്ചയുണ്ട് നമ്മളടുത്ത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാവും. അപ്പോൾ എന്നും ഞാൻ രാവിലെയാണ് നനക്കൽ കേട്ടോ. രാവിലെ വൈകുന്നേരം നനക്കാൻ ആദ്യം വൈകുന്നേരം നനച്ചില്ല. നമുക്ക് വൈകുന്നേരം അധിക ദിവസം സമയം കിട്ടില്ല. അപ്പോൾ നമുക്ക് രാവിലെ ഏതായാലും നമ്മൾ നീച്ചിട്ട് ഈ ചെടീൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്ന് നോക്കി നമ്മൾ എല്ലാ ചെടികളൊക്കെ ഒന്ന് വന്ന് നോക്കും. അപ്പോൾ അത് രാവിലെ നമുക്ക് ഒഴിവ് കിട്ടും. പിന്നെ വൈകുന്നേരം നമ്മൾ ഓരോ ഭാഗത്തേക്കാണ് നീങ്ങിയിട്ട് നമുക്ക് നനക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ അത് കുറേ ദിവസം എന്നും നനക്കുന്നതുകൊണ്ട് ഒന്നും ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. നമ്മളിങ്ങനെ 2 ദിവസമൊക്കെ കൂടുമ്പോൾ നനക്കുകയാണെങ്കിലാണ് നമുക്ക് ഒരുപാട് ദിവസം ഒരുപാട് വെള്ളം ചിലവാകുള്ളൂ. എന്നും ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഒന്നും പിടിച്ചെടുത്താൽ മതി. ഈ ഓർക്കിഡൊക്കെ ഓർക്കിഡ് എന്നും നനക്കൽ നിർബന്ധമാണ് കേട്ടോ. ഓർക്കിഡിൻ്റെ ആ പോട്ടിങ് ചകിരിത്തൊണ്ടൊക്കെ ഉണങ്ങിയാൽ പിന്നെ അത് ഒന്ന് പൊതിർന്ന് നനഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് നമ്മൾ എന്നും ഓർക്കിഡ് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നനക്കണമെന്ന് കുഴപ്പമില്ല. ഞാനൊരു പ്രാവശ്യം നനക്കണം. എപ്പോഴും ഇതിൻ്റെ ഇതിൽ നമ്മൾ ഈ പോട്ടി മിശ്രിതം ഉണ്ടല്ലോ, അത് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് ഈ ഓർക്കിഡിനൊരു നല്ല ഗുണമുള്ള അതിൻ്റെ വളർച്ചയ്ക്ക് തന്നെ നല്ലതാണ്. അപ്പോൾ ഓർക്കിഡുള്ളവരെല്ലാവരും എന്നും നനക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു ദിവസം നനച്ചില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് അതിൻ്റെ ആ പോട്ടിങ് ഇത് തൊണ്ടും കരിയൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ഒന്ന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യട്ടോ. കാണുന്നവരെല്ലാവരും ഒന്നങ്ങോട്ട് തൊട്ട് കൊടുത്താൽ മതി ബെല്ലൈക്കണിന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.